അൽഹംദുലില്ലാഹ് നമ്മുടെ അത് പറയാനുള്ള നമ്മുടെ കളസ സഖാഫി അള്ളാഹു അദ്ദേഹത്തിന് നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്കൊക്കെ നന്നായി ദീൻ പറയാനുള്ള തൗഫീഖും ഹിമ്മത്തും കഴിവും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇരുന്നോളല്ലേ. ഓ സുഹൃത്തുക്കളെ, വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. ഇമാം റാസി ആ ആയത്തിന്റെ തഫ്സീറിൽ പറയാണ്, പടപ്പുകളുടെയും പടച്ചവന്റെയും ഇടയിൽ അള്ളാഹു വെച്ച മധ്യവർത്തിയുടെ സമീപത്താണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ സെലഫികളും ജമാഅത്തുകാരൊക്കെ പറയുന്നു, അങ്ങനെ ഒരു ഇടനിലക്കാരൻ വേണ്ട, ഒരു മധ്യവർത്തി വേണ്ട. ഇവരാ തീരുമാനിക്കേണ്ടത്, വേണോ വേണ്ടി അള്ളയല്ല തീരുമാനിക്കേണ്ടത്. അള്ള പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടാൻ വരട്ടെ, തേടട്ടെ, എന്നിട്ട് നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ അള്ള പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. മൗലവിമാര് പറയുന്നു പടച്ചവൻ അങ്ങനെ തീരുമാനിച്ചാലും അതൊന്നും അംഗീകരിക്കാൻ നമ്മളെ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത് വേറൊരായത്താണ്. അല്ലാഹു പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹു പറയാണ് ഖുർആനിൽ, ഒരു ഈമാനുള്ളവന് പറ്റൂല, ഈമാനുള്ളവൾക്ക് പറ്റൂല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരെ വകയിൽ ഒരു ചോയ്സ് പറ്റൂല, അവരെ വകയിൽ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂല. അല്ലാഹുവും റസൂലും എടുത്ത തീരുമാനം അംഗീകരിക്കണം. വമൻ യസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും വല്ലവനും ധിക്കരിച്ചാൽ, എതിര് ചെയ്താൽ, ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വല്ലാത്ത വളരെ 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 വ്യക്തമായ പിഴവ് പിഴച്ചു കഴിഞ്ഞു പോയി നബിയേ. ഇതുകൊണ്ട് തന്നെയല്ലേ മുസ്ലിമീങ്ങളെ, ഖുർആൻ നിങ്ങളൊന്ന് മറിക്കൂ, അതിൽ നിങ്ങൾക്ക് 3 സൂറത്തുകൾ വേറെ തന്നെ കാണാം. ഒരു സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിൽ മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്താണ്. കൃത്യമായി നിസ്കരിക്കണം മുഅ്മിനീങ്ങളെ, കൃത്യമായി നിസ്കരിക്കണം മുഅ്മിനാത്തുകളെ, പരമാവധി ഭക്തിയോടെ അത് നിർവഹിക്കണം സഹോദരന്മാരെ. ഒരു കാരണത്താലും, ഒരു ഉറൂസിന്റെ കാരണത്താലും, ഒരു കല്യാണത്തിന്റെ കാരണത്താലും, ഒരു റാലിയുടെ കാരണത്താലും, ഒരു സമ്മേളനത്തിന്റെ കാരണത്താലും, ഒരു കാരണത്താലും നിസ്കാരം ഖളാഅക്കല്ലേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. അതേ നിസ്കാരം കൃത്യമായി ഭക്തിയോടെ നിർവഹിച്ചവർ മുഅ്മിനീങ്ങളാണ്. അവർ നിശ്ചയം വിജയം കൈവരിച്ചു. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിലൊന്നും കടന്നു ചെല്ലാതെ ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ, അവർ അതാ മുഅ്മിനീങ്ങളാണ്, വിജയം കൈവരിച്ചു. അങ്ങനെ വല്ലദീനഹും ലിസക്കാത്തി ഫാഇലൂൻ, സക്കാത്ത് കൃത്യമായി കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നവർ മുഅ്മിനീങ്ങളാണ്, അവർ വിജയം കൈവരിച്ചു. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അഥവാ സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ലൈംഗിക ആസ്വാദനം നടത്താതെ നല്ല ക്ഷമയോടെ പടച്ചവനെ പേടിച്ച് രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർ, അവര് മുഅ്മിനീങ്ങളാണ്, വിജയം കൈവരിച്ചു. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, കരാറ് പാലിക്കുകയും വാക്ക് ലംഘിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചു. ഇങ്ങനെ ഖുർആൻ മുഅ്മിനീങ്ങളെ ലക്ഷണം എണ്ണി പറഞ്ഞിട്ട് അവർക്ക് സ്വർഗം കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ വേറൊരു സൂറത്താണ് ഖുർആനിൽ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ, അവിശ്വാസികളെ ലക്ഷണം പറയുന്ന സൂറത്ത്. അല്ലാഹുവിനെ ആരാധിക്കുന്നവരല്ല അബൂജഹലും കൂട്ടരും,
മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. അതേ നബിയും സഹാബത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നവരാണ്. അത് പറയാൻ അബൂജഹലിന് കിട്ടിയിട്ടില്ല, ഉത്ബത്തിന് കിട്ടിയിട്ടില്ല, മുശ്രിക്കീങ്ങളെ കിട്ടിയിട്ടില്ല. ആ മുശ്രിക്കീങ്ങളെ പോലെയാണ് ജാറത്തിൽ പോകുന്ന സുന്നികൾ എന്ന് പറയുന്നവനേക്കാൾ ലോകത്ത് തീരെ വിവരമില്ലാത്തവരും ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്നവരും വേറെയുണ്ടോ? സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പടപൊരുതി സുബ്ഹാനല്ലാഹ് ഖൈബറിൽ പോലും അതേ മുറഹിബിനോട് പടപൊരുതി ഖൈബർ കോട്ട പിടിച്ചെടുത്ത അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, നിങ്ങൾ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്ന ആളാണ്. പറയല് കൊണ്ട് നിർത്തിയില്ലല്ലോ. അതേ ഇബ്നുൽ മുൽജിം എന്ന് പറയുന്ന ഖവാരിജി പുത്തൻവാദി അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വരുമ്പോ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ തലക്ക് ആഞ്ഞൊരു വെട്ടിയിട്ട് അലി ഇബ്നു അബീ താലിബിനെ കൊന്നത് പുത്തൻവാദിയല്ലേ? മുഖ്യധാരാ മുസ്ലിമീങ്ങളെ സുന്നികളെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കെന്ന് വാദിച്ചവരല്ലേ? അതിന്റെ അനുയായികളല്ലേ സർവ്വ സലഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും? ആ ഇബ്നുൽ മുൽജിമിന്റെ അനുയായികളല്ലേ? സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അലി ഇബ്നു അബീ താലിബ് ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചതുപോലെ അതാ മഖ്ബറയിൽ സിയാറത്തിന് പോകുന്നവരും അമ്പിയാക്കളെ ഔലിയാക്കളെ തവസ്സുലാക്കുന്നവരും ഇസ്തിഗാസ ചെയ്യുന്നവരും ബറക്കത്ത് എടുക്കുന്നവരും ഒക്കെ ശിർക്ക് ചെയ്തു എന്ന വാദം അതാ മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ അതാ അവർ ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ബിൽ കുഫാരി ഫഹമലൂഹാ അലൽ മുഅ്മിനീൻ. ബുഖാരിയിൽ കാണാം അബൂജഹൽ അടക്കമുള്ള കുഫാറിനെ സംബന്ധിച്ച്, അവിശ്വാസികളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകൾ അവരതാ മുഅ്മിനീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി, എന്നിട്ട് ശിർക്ക് ആരോപിച്ചു. അത് തന്നെയാണ് ദുർമാർഗികളായ പുത്തൻവാദികൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിക്കാം. അങ്ങനെ അവിശ്വാസികളുടെ ലക്ഷണം പറയുന്ന സൂറത്തിൽ എന്റെ ആരാധന നിങ്ങൾ നടത്തൂല, നിങ്ങൾ ആരാധന ഞാനും നടത്തൂല, ഞാൻ ആരാധിക്കുന്നതാ നിങ്ങൾ ആരാധിക്കൂല, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാനും ആരാധിക്കൂല. അങ്ങനെ അവിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത്. ഇനി മൂന്നാമത്തെ ഒരു സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂൻ. അതിലെന്താണ് പ്രമേയം? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയും, ഇടയ്ക്ക് പള്ളിയിലൊക്കെ വരും, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അതാണ് മുനാഫിഖ്. അവരുടെ ലക്ഷണം പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ അല്ലാഹ് പറയാണ്, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. ഓ നബിയേ, അതാ മുനാഫിക്കുകളെ വിളിച്ചാൽ എന്തിനാ വിളിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് നബിയോട് തേടാൻ വരൂ, നബിയോട് സഹായം തേടാൻ വരൂ, റെക്കമെൻഡിന്റെ സഹായം തേടാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മുനാഫിക്കുകൾ അവരെ തലയങ്ങ് തിരിച്ചു കളയും. അവര് പിരിഞ്ഞു പോകുന്നത് കാണാം. വഹും മുസ്തക്ബിറൂൻ. അവര് കീബറന്മാരാണ്. നബിയേ, പടച്ചവനോട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് പടച്ചവനോട് അങ്ങ് പറയും. അങ്ങനെ ഒരു മുഹമ്മദ് നബി ഒരു ഇടനിലക്കാരൻ വേണ്ട, ഒരു മധ്യവർത്തി വേണ്ട, ഒരു റെക്കമെൻഡ് വേണ്ട എന്ന സലഫികളെ ആശയം തന്നെ മുനാഫിക്കുകളെ ആശയമാണെന്ന് ഖുർആൻ പച്ചയായി പറയുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു,
വഹും മുസ്തക്ബിറൂൻ, അവർ കിബറന്മാരാണ്. അവർക്ക് പണ്ഡിതന്മാരെ കാണുമ്പോൾ ഒരു നിസ്സാരതയാണ്, ആലിമീങ്ങളെ കാണുമ്പോൾ നിസ്സാരമാണ്, സയ്യിദന്മാരെ കാണുമ്പോൾ നിസ്സാരമാണ്, മഹാന്മാരെ കാണുമ്പോൾ നിസ്സാരതയാണ്. ആലിമീങ്ങളുടെയും സയ്യിദന്മാരെയും കൈപിടിച്ചിട്ട് അതാ പലരും ചുംബിക്കുമ്പോൾ അവര് അതാ സയ്യിദന്മാരെ കൈപിടിച്ച് ചുംബിച്ചാൽ കൈവെട്ടിക്കളയണമെന്നല്ലേ ജമാഅത്തുകാരൻ പ്രബോധനത്തിൽ പറഞ്ഞത്? തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുന്നത് ശിർക്കാണെന്നല്ലേ സലഫികൾ ശബാബിൽ പറഞ്ഞത്? ഓ സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാം അവർക്ക് പുച്ഛമാണ്, അവർ കീബറന്മാരാണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിതങ്ങളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവിടുത്തെ കാല് എറിഞ്ഞ് പൊട്ടിച്ച് ചോര ഒലിക്കുമ്പോൾ ആ ശത്രുക്കളെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട വേണ്ട മലക്കുകളെ, ആ ശത്രുക്കളെ നശിപ്പിക്കണ്ട, അവര് നന്നായാലോ അല്ലെങ്കിൽ അവരെ മക്കള് നന്നായാലോ അവർക്ക് സന്മാർഗം കിട്ടിയാലോ എന്ന് പറഞ്ഞ നബിയല്ലേ. അതുപോലെ അനിൽ മുശ്രിക്കീൻ, ഈ അക്രമം അഴിച്ചുവിടുന്ന മുശ്രിക്കീങ്ങളെ ഒന്ന് ലാനത്ത് ചെയ്യൂ നബിയെ എന്ന് പറയുമ്പോ എന്നെ ലാനത്ത് ചെയ്യുന്ന ആളായിട്ട് അല്ലാഹ് അയച്ചിട്ടില്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യമായിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ നബിയല്ലേ. ആ നബി തങ്ങളോട് അല്ലാഹ് പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും. ഇനി തങ്ങളെ കാരുണ്യം കൊണ്ട് തങ്ങളെങ്ങാനും അവർക്ക് പൊറുക്കലിനെ ചോദിച്ചാൽ, റെക്കമെൻഡ് ചെയ്താൽ, ഔലം തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ തങ്ങൾ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും പടച്ചവനാകുന്ന എനിക്കൊരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം? ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് പൊറുക്കൂല നബിയേ. കാരണം എന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ കൊടുത്ത ഒരു സ്ഥാനമാണ് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം. ആ റെക്കമെൻഡ് ചെയ്യാൻ നബിയോട് പറയൂല എന്ന് പറയുന്ന കിബറന്മാർക്ക് ഞാൻ പൊറുക്കൂല നബിയേ. സൂറത്തുൽ മുനാഫിഖൂൻ. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളെ തവസ്സുൽ ചെയ്യുന്നവരും ഇസ്തിഗാസ ചെയ്യുന്നവരും ബർക്കത്തെടുക്കുന്നവരും അവരുടെ അടുക്കലേക്ക് പോകുന്നവരും അവർ സന്മാർഗികളാണ്, അവർ ദുർമാർഗികളല്ല. ദുർമാർഗികൾ അത് പാടില്ലെന്ന് പറയുന്നവരാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട്, അത് സലഫികളല്ല, ജമാഅത്ത് ഇസ്ലാമി അല്ല, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട തന്നെ. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഉണ്ട്, അതാണ് വ്യാജ തരീഖത്ത്. വലിയ ദുർമാർഗികളാണ് അവർ. അവരെ ദുർമാർഗം എന്താണ്? അവര് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും, എന്ത് കളവും പറയും എന്ന് മാത്രമല്ല, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവർ മഖബറയിൽ പോകും, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിദ് ഓതും, അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീബ് ചൊല്ലും, അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഔലിയാക്കളെ ബഹുമാനം പറയും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു പോകരുത്. അതും ഈമാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അതെങ്ങനെയാ ഉസ്താദ് ഞങ്ങൾക്ക് മനസ്സിലാകുക? അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാലും, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലേ എങ്ങനെയാ മനസ്സിലായാലും, ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മോനുവാജി ഇരിക്കുന്നുണ്ട് ഇവിടെ, ഞാൻ മോനുവാജിന്റെ ഒരുപാട് തേക്കെടുത്ത ആളാണ്. ഒരു മരം അത് തേക്കാണോ അല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി, ഇത് പൊന്നാണോ പൊന്നല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കിയിട്ട് അവര് വരസീറ്റ് കാണിച്ച് പറഞ്ഞു തരും. ഇതുപോലെ ഒരു സാധനം പേച്ചതാണോ അല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അത് ആലിമീങ്ങളോട് ചോദിക്കണം. ആലിമീങ്ങൾ പറഞ്ഞു തരും, ഇന്നത് പേച്ചതാണ്, ഇന്നത് പേച്ചതല്ല എന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത്, ജാഹിലീങ്ങൾ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്,
ഇതൊരു വ്യാജത്വരീക്കത്തുകാരെ ബുക്കാണ്. പേര് ഞാൻ പറയൂല. പറയാത്ത എന്താ അറിയോ? പറയൽ ആവശ്യമായി വരുമ്പോ പറയും. പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതെവിടെയാ കിട്ടുക നോക്കിയിറക്കും. എന്നിട്ട് വേണ്ടാത്ത വായിക്കും. പിന്നെ നിങ്ങൾ തന്നെ ഉസ്താദെ വായിച്ചത്? ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചലവും പരിശോധിക്കേണ്ടി വരും, എന്റെ മരുന്നും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം? നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം? എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്ക് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് പെട്ടുകൊണ്ട, നിങ്ങളെ കൈമിൽ നെസാക്കണ്ട. നിങ്ങളെന്നെ കയ്യോന്ന് ചോദിക്കും എന്നോട്. എന്റെ കൈക്ക് ഉറയിട്ടിട്ടുണ്ട്. അങ്ങനെ നെസ് പെരളുന്ന കൈയല്ല. മനസ്സിലായില്ലേ? ഞാൻ കൈക്ക് ഉറ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിരോധ ശക്തിയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് തെരയാൻ പോണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരാളെ പറ്റി പറയാണ്, അള്ളാഹുവിന്റെ ഇസ്കിനായി 3 വർഷത്തോളം ഏകാന്തവാസം അനുഷ്ഠിച്ചു. അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയാവ് ഉപേക്ഷിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ദുനിയാവിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾ എന്താ ചെയ്ത്? എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവറുകൾ ക്ഷണിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ദിക്റെ ഖൽബ് കരസ്ഥമാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരാൾ അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ്? അയാളെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡൽ മാത്രം ഞാനൊന്ന് വായിക്ക കേട്ടോളി. അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുൻ ഉണ്ടാവുക. അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി. അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ അള്ളാഹ്ക്ക് എന്ത് മുന്ന്, എന്ത് പിന്ന്, എന്ത് ബലത്ത്, എന്ത് ഇടത്ത്. ഇത് സെലഫികളെ വിശ്വാസ. എന്ത് അള്ളാഹ്ക്ക് ബലത്തുണ്ട്, ഇടത്തുണ്ട്, മുന്നുണ്ട്. അത് തന്നെയാണ് ഈ കള്ളത്തരീക്കത്താരനും പറയുന്നത്. പറയാണ്, അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു. രണ്ടാമത്തെ നിരയിൽ ഔലിയാക്കൾ ആത്മാക്കളും, മൂന്നാമത്തെ നിരയിൽ മോമിനീങ്ങൾ ആത്മാക്കളും, അതിന് പിന്നിലായി സാധാരണ ജനങ്ങൾ ആത്മാക്കളും നിലക്കൊണ്ടു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും, അതിന് പിന്നിൽ മൃഗാത്മാക്കളും, പിന്നെ സസ്യാത്മാക്കളും, പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു. ഇവര് വിചാരിച്ച് ബാലിന്റെ സാസ് പോലെ അള്ളാഹ് ഒരു സാസ് ഉണ്ടാക്കിയിട്ട് പെണ്ണുങ്ങൾ അങ്ങ് ദൂരെ. അള്ളാഹ് എന്ത് ദൂരെ ആ സുഹൃത്തെ? അള്ളാഹുവിനെന്ത് അങ്ങനെ ഒരു ദൂരമുണ്ടോ അള്ളാഹുവിന്? എന്ന് പറയാണ് പെണ്ണുങ്ങൾ ദൂരെയായി പോയി. അള്ളാഹ് എന്തെന്താ സംഭവിച്ചതെന്നാ എനിക്ക് കേൾക്കണ്ടേ. ധാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിവില്ലായിരുന്നു. അള്ളാഹുവിന്റെ വലതുവശത്തും മലക്കുകളും. അള്ളാഹ്ക്ക് ബലത്തുകൊടുത്തൊക്കെ സെലഫികളെ വാദം. അള്ളാഹുവിന്റെ വലതുവശത്ത് മലക്കുകളും, അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ റൂഹുകളും സ്ഥാനം പിടിച്ചു. അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അള്ളാഹ്ക്ക് ഒരു മുഖം. ഇത് മുജാഹിദിന്റെ വാദമാണ്, സെലഫിന്റെ വാദമാണ്. അള്ളാഹ്ക്ക് മുഖമുണ്ട്. അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ല. മലക്കുകളും ആ പെണ്ണുങ്ങളൊന്നും അള്ളാഹിന്റെ മുഖം കണ്ടില്ല. ഇവര് പറയാൻ ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മുഖം കാണാൻ കഴിയാത്തത് കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയൂല. അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മുവക്കിലുകളുടെ ആത്മാക്കളായിരുന്നു. അവര് പിന്നീട് നബിമാരുടെയും ഔലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി. അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകളുടെ ആത്മാക്കളും, ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലകൊണ്ട് ഇക്കോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബ്ലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു. ഒരു പുതിയ അഖീദ പറയാണ് ഈ കള്ളത്തരീഖത്തുകാരൻ ചെയ്ത്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലക്കൊണ്ട സ്ത്രീകൾ ആത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാരണത്താൽ ജിന്നുകൾക്കും മലക്കുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഉണ്ടാവുന്ന ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ അള്ളാഹ്ക്ക് മണവാട്ടിണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ കടുത്ത തോന്നിവാസം, പച്ച കുഫ്ർ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുഫ്ർ. ഇത് തരീഖത്തിന്റെ ശൈഖാണ് പോലും, മുറബിയായ മുർഷിദായ ശൈഖാണ് പോലും. ഇങ്ങനെ തരീഖത്തിന്റെ പേരിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട്.
അങ്ങനത്തെ കക്ഷികളാണ്. റാഫിലത്തിനെ പിന്തുടർന്നവരാണ് അവർ. റാഫിലത്തിന് ടീം ഉണ്ടായിരുന്നു. അബൂബക്കറുല്ലാഹിന്റെ പഴിച്ചുപോയി, ഉമറുല്ലാഹിന്റെ പഴിച്ചുപോയി, ഇതൊക്കെ പറഞ്ഞവരാണവർ. ആ റാഫിലത്തിനെ പിന്തുടർന്നവരാണവർ. ആ റാഫിലത്താണ് അള്ളാഹ് കയ്യും കാലും വലത്തു എടുത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതാണ് സലഫികളും പിന്തുടർന്നത്. ആ റാഫിലത്തിൽപ്പെട്ട ഒരു ടീമാണ് മുമ്പ് പറഞ്ഞിരുന്നത്. എന്ത്? ഞാൻ ഇവിടെ വെച്ചൊരിക്കൽ അത് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്തു. ഫഹുവൽ ഖാലിഖുസ് സാനി. അലി ഇബ്നു അബീ ത്വാലിബ് രണ്ടാം പഠിച്ചവനാണ്. അതന്നെയാണ് വ്യാജത്വരീക്കത്താരൻ കേരളത്തിൽ പാടിയത്. ആരാ നിങ്ങളെ പടച്ചോന്, മടവൂര് ഞങ്ങളെ പടച്ചോനാണ്. ഇതൊക്കെ പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജത്വരീക്കത്തുകളാണ്. അതിലും എന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയി പോകും കേട്ടോ. ഈ കക്ഷികൾ പറയുന്നത് നിങ്ങൾ ഏത് മതമായാലും തരക്കേടില്ല, അതേ സമയത്ത് ദിക്റുൽ ഖൽബുണ്ടായ മതി എന്നാണ്. ഈ എന്താണ് ദിക്റുൽ ഖൽബ്? അല്ലാഹ് പറഞ്ഞതോ ഒരായത്ത് ഞാൻ ഓതി കേൾപ്പിച്ചത് കൂടി നിങ്ങളെ കേൾപ്പിച്ച് നിർത്തട്ടെ. ഇസ്ലാമല്ലാത്തതിനെ വല്ലവനും ദീന് അതാ സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവരിൽ പെട്ടവനാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം, നേരത്തെ ഈമാൻ ഉണ്ടായിട്ട് പിന്നെ അതും രാജിവെച്ചിട്ട് അതാ കുഫറിലേക്ക് പോയ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കലെങ്ങിനെ? സുന്നത്ത് ജമാഅത്തും വിട്ടിട്ട് വ്യാജത്വരീക്കത്തിലേക്ക് പോയവൻ, സലഫിയിലേക്ക് പോയവൻ, ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് പോയവൻ, പടച്ച റബ്ബേ വിവരമില്ലാതെ പെട്ടുപോയവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാഹ്. അതിലേക്ക് പോയവനെ കുറിച്ചടക്കം അല്ലാഹ് പറയാണ് കഫറൂ ബഅദ ഈമാനിഹിം, ഈമാൻ കിട്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് അവിശ്വാസത്തിലേക്ക് പോയ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കലെങ്ങിനെ? വശഹിദു, അവര് സാക്ഷ്യം വഹിച്ചതായിരുന്നു അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാണെന്ന്. വജാഅഹുമുൽ ബയ്യിനാത്ത്, അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ്. എന്നിട്ട് അവരതും വിട്ടിട്ട് ഇസ്ലാം മതം തന്നെ ആകണമെന്നില്ല എന്നിവരെ പറയുന്ന സ്ഥലത്തേക്ക്, അള്ളാന്റെ പുറമെ വേറെ പടച്ചവനുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതപ്പതിച്ചല്ലോ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളെ അല്ലാഹ് സന്മാർഗത്തിലാക്കൂല നബിയെ. അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അല്ലാഹ് പറയാണ് ഉലൈക ജസാഉഹും, അവരുടെ പ്രതിഫലം അന്നലൈഹിം ലാനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ലാനത്തുണ്ട് നബിയെ. വൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളെ ലാനത്തുണ്ട് നബിയെ. വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യരുടെയും ലാനത്തുണ്ട് നബിയേ. ഇത് തന്നെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്? മൻ അഹദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ, അവന് വേണ്ട ഒത്താശ മുഴുവനും ചെയ്തു കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യരുടെയും ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് ശരിയായ സന്മാർഗം സുന്നത്ത് ജമാഅത്താണ്. നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. അതാണ് ഖുർആനും ഹദീസും പഠിപ്പിച്ച വഴി. അതിൽ മുറുകെ പിടിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ ഉറൂസ് പരിപാടിക്ക് വന്നവരാരുണ്ടോ, ഇവിടെ സഹായങ്ങൾ നൽകിയവരാരുണ്ടോ, നേർച്ച കൊടുത്തവരാരുണ്ടോ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ കമ്മിറ്റി പ്രവർത്തകരും ഇവിടെ ഈ ദർഗാ കമ്മിറ്റിയും വളണ്ടിയർമാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഈ പരിസരങ്ങളിലൊക്കെയുമുള്ള മഹല്ലുകളിലും പള്ളികളിലും ഒക്കെയുള്ള ഈ
ഉറൂസുമായി സഹകരിക്കുന്ന ജനങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തെ നേതൃത്വത്തിൻ കീഴിൽ ഈ മഹത്തായ ദർഗയും പള്ളിയും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നവരും അതിന് ഒത്താശ ചെയ്യുന്നവരും സഹകരിക്കുന്നവരുമായ എല്ലാ ജനങ്ങൾക്കും, ഇതിനപ്പുറം ഇതിന്റെ പരിസരങ്ങളിൽ ഇവിടെ വന്നവർക്കും, ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും, വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും റബ്ബേ നീ സർവ്വ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ നന്മയായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ കാല് ഒരടി നടക്കാൻ കഴിയാത്ത വേദന കൊണ്ട് കിടക്കുകയാണെന്ന് അബ്ദുൽ ഖാദിർ ഹാജി വിളിച്ചു പറഞ്ഞു. നീ റബ്ബേ അദ്ദേഹം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായി സുഖപ്പെടുത്തി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ഹജ്ജ് ഉദ്ദേശിച്ച് പോയവരുണ്ട്, പോകുന്നവരുണ്ട്, നീ അവർക്കെല്ലാം അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ജീവിതത്തിൽ പലതവണ അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. വിവാഹം നടക്കേണ്ട ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഖൈറായ നിലക്ക് നീ അത് സാധിപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, സുഖമില്ലാത്ത പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നു ദുആ ചെയ്യാനും പറഞ്ഞവരുണ്ട്. ആരെന്ത് അസുഖമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ആർക്ക് എവിടെ എന്ത് കുടുക്കുകളുണ്ടോ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏത് കേസുകളുണ്ടോ നിരപരാധികളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇന്ത്യ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാ മതക്കാരുമായും സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമായി മുസ്ലിം ഉമ്മത്തിന് ജീവിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളെ ജവാന്മാർക്കും പട്ടാളക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളെ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹ്, ലോകത്തുള്ള മുഴുവൻ നല്ലവരായ ജനങ്ങൾക്കും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് റബ്ബേ സമാധാനത്തിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അതുവരെ നിന്റെ ദീനിന്റെ ഇൽമ് നന്നായി പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണം അല്ലാഹ്. സുൽത്താനുൽ ഉലമക്കും റയീസുൽ ഉലമക്കും മുഹയ്യിസുല്ലക്കും റബ്ബേ താജുൽ മുഹഖി കോട്ടൂർ ഉസ്താദിനും ഞങ്ങളെ കുമ്പോൾ തങ്ങൾ, അലിബാബക്ക് തങ്ങൾ, സയ്യിദ് ഖലീൽ തങ്ങൾ തുടങ്ങിയ എല്ലാ സയ്യിദന്മാർക്കും ഈ പരിപാടിയിൽ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനീങ്ങൾക്കും എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും യുവാക്കൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഒരാളും എഴുന്നേൽക്കരുത്, എല്ലാവരും അവിടെ ഇരിക്കണം. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീൻ നിലനിൽക്കണം. നല്ല ചെറുപ്പക്കാരായ നമ്മുടെ കളസയെ പോലെ യുവാക്കൾ പ്രസംഗിക്കണം, അവർ വഅദ് പറയണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ എഴുന്നേറ്റുമ്പോൾ ഒരൊറ്റ കൂട്ടി എണീക്കരുത്, അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തലാണ്. അവിടെ എല്ലാവരും അവിടെ ഇരുന്ന് വഅദൊക്കെ കേട്ടിട്ട് എല്ലാം കഴിഞ്ഞു നേർന്നിട്ട് പോയാൽ മതി. എനിക്ക് ട്രെയിനിന് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ആദ്യം പ്രസംഗിച്ചത്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഇതെന്താണ് SYS ഇറക്കുന്ന എന്തെന്നായി സാധനം? സയ്യിദ് മദനി തങ്ങളുടെ ചരിത്രം. ഇത് കന്നഡയായോണ്ട് എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും വാങ്ങി വായിച്ചു നോക്കണം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.